നാട്ടിലേക്ക് വെക്കേഷൻ വരുന്ന ഒരു ശരാശരി പ്രവാസിയുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അവൻ ശരിക്കും വരുന്നതെന്ന് വെച്ചാല് ചിട്ടിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ കുറച്ച് പൈസ കടം വാങ്ങി അവൻ സ്വരൂപിച്ച് വെച്ച് ഒരു വർഷത്തേക്ക് നമുക്ക് നീക്കി വെച്ച് ബാക്കി എന്താണ് പറയാ മാറ്റി വെച്ച പൈസയൊക്കെ എടുത്തു വെച്ചിട്ട് അവൻ വരുന്നതാ നാട്ടില്. ഒരു 2 മാസമൊക്കെ ഒന്ന് രാജാവിനെ പോലെ ജീവിക്കാൻ നാട്ടിൽ വരുന്ന അതിഥിയായിട്ട് വരുന്നവനാ. അപ്പൊ വരുമ്പോ തന്നെ കുറെ കൂട്ടുകാരെന്ന് പറഞ്ഞ പേരിൽ കുറെ ആൾക്കാരവനെ പിടികൂടും. ചെലവ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കുപ്പിയായാലും അങ്ങനെയായാലും ഇങ്ങനെയായാലും അവനെ കൊണ്ട് ഒരുപാട് അവൻ എത്രത്തോളം അവനെ അങ്ങ് തറ പറ്റിക്കാൻ പറ്റുമോ, തേച്ചൊട്ടിക്കാൻ പറ്റുമോ അതുപോലെ ഒട്ടിച്ചിട്ട് അത് കഴിയുമ്പോ കൂട്ടുകാർ പോകും. പിന്നെ കൂട്ടുകാരില്ല കേട്ടോ. പിന്നെ 2 മാസം ലീവിന് വരുന്നവനൊക്കെ 1.5 മാസം കഴിയുമ്പോൾ തന്നെ കയ്യിലുണ്ടാവുന്ന ഒക്കെ കഴിയും. എല്ലാ ടൂസർ കഴിയും. ഇവിടെ നിന്ന് കടവും വാങ്ങും, അതും കഴിയും. എല്ലാം കഴിഞ്ഞ അവസാനം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഉമ്മാന്റെയോ പണ്ടം സ്വർണം പണയം വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ മറ്റ് കടം വാങ്ങിയിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്നൊരു അവസ്ഥയുണ്ട്. സാധാരണ ശരാശരി പ്രവാസിയുടെ അവസ്ഥയാ. പ്രവാസികളോട് ഇങ്ങനെ കാണിക്കാതിരിക്കുക. അങ്ങനെ ഒരു പ്രവാസിയും ഒരുത്തരും അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. അവരൊന്നും കൂട്ടുകാരൊന്നും അല്ല കേട്ടോ.